പണിയെടുക്കാണ്ട് എങ്ങനെ തിന്നാം അല്ലെങ്കിൽ എങ്ങനെ കാശുണ്ടാക്കാമെന്ന് അന്വേഷിച്ച് ഈ വീഡിയോ കുത്തിപ്പിടിച്ച് കാണാൻ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെയാണ് നമ്മൾ പണിയെടുക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവരും ചിന്തിക്കുന്ന പോലെ ജോലി ചെയ്യാതെ എങ്ങനെ കാശ് നേടാമെന്നുള്ളൊരു 3 ടിപ്സ് ഞാൻ കുറേ സെർച്ച് ചെയ്ത് ഞാൻ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു 3 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ട്രേഡിംഗ് അഥവാ ഷെയർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിൽ കുറേ പേര് ചെയ്യുന്ന പരിപാടിയാണ് ട്രേഡിംഗ്. അതായത് അതിനും നമ്മൾ ആദ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതിനെപ്പറ്റി പഠിക്കാനുണ്ട് കുറച്ച്. മേലെനങ്ങാണ്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരു ലാപ്ടോപ്പും ഒക്കെ മൊബൈലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പരിപാടിയാണ് ട്രേഡിങ്. പക്ഷേ നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് ട്രേഡിങ് വിട്ടോ. അടുത്ത പോയിന്റിലേക്ക്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂട്യൂബർ അല്ലെങ്കിൽ ഒരു വ്ളോഗർ ആവുക എന്നുള്ളതാണ്. യൂട്യൂബർ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഞാനും വിചാരിച്ചിരുന്ന പോലെ സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് യൂട്യൂബ് വഴിക്ക് നമുക്ക് പൈസ ഉണ്ടാക്കാം. ഒരുപാട് പേര് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു ഫീൽഡാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഞാനിതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ ഈ യൂട്യൂബ് ചാനലിൽ പലർക്കും അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കാണുന്ന പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഓടി വന്നിട്ടുണ്ടെങ്കിൽ കുറേ കാശ് കൊയ്യാമെന്നുള്ളത്. ഒരിക്കലും സംഭവിക്കാൻ പോകുന്നൊരു സംഭവമല്ല. നമ്മുടെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഫേമസായി വൈറലായിട്ട് നമുക്ക് ഇൻകം വരാനുള്ള സ്റ്റേജുകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ടാസ്കുകൾ നമുക്ക് കടക്കാനുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. അതിനും അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുക്കിംഗ് ചാനലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് ചാനൽ ചെയ്യുകയാണെന്നുവെച്ചെങ്കിലും അതിൻ്റേതായ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല വരുമാനം നേടണമെന്ന് വെച്ചെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വിടാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയം അഥവാ പൊളിറ്റിക്സ്. നല്ല കാശുണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഫീൽഡാണ്. വലിയ മേലനങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. കാലത്ത് ഇട്ടിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ അണിയായിട്ട് ഇറങ്ങുക. നമ്മുടെ നാട്ടിൽ വേണ്ട സ്ഥലത്തേക്കൊക്കെ പോയിട്ട് നമ്മുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. മെല്ലെ മെല്ലെ സ്റ്റെപ്പ് വെച്ചിട്ട് കയറി വന്നിട്ട് നമ്മൾ നല്ലൊരു പൊതുപ്രവർത്തകനാവുക. അപ്പോൾ ഈ വരുന്ന ഒരുപാട് നമുക്ക് നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു സമകാലിക പ്രശ്നങ്ങളിലൊക്കെ പോയിട്ട് ഇടപെടുക, നല്ലൊരു ബ്രോക്കറാവുക, സ്ഥലക്കച്ചവടം നടക്കുക, കോംപ്രമൈസ് ടൂൺ വയ്ക്കുക. അങ്ങനെ നല്ലൊരു മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് പോക്കറ്റ് നിറയ്ക്കാൻ പറ്റാവുന്ന ഒരു ഫീൽഡാണ് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയക്കാരിൽ നല്ലവരുണ്ട്, കെട്ടവരുണ്ട്. കെട്ടവരായി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി സേവിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ലവരായി നടക്കാമെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് ഉപകാരം ചെയ്ത് നല്ലൊരു പേരും പ്രശസ്തിയൊക്കെ ആക്കി എടുക്കാനും സാധിക്കും. ഒരു സ്റ്റാറ്റസും കൂടി ലെവലാണ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലിങ്കസ്യ ഐഡിയ ആണ്. അത് കല്യാണം കഴിക്കാത്തവർക്ക് മാത്രമേ പറ്റുള്ളൂ. നല്ല ഏതെങ്കിലും കാശുള്ള വീട്ടിലത്തെ പെൺപിള്ളേരെ ലൈനടിച്ച് വീഴ്ത്തുക, അവരെ കല്യാണം കഴിക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക, ഭാര്യ വീട്ടിൽ പരമസുഖമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന അച്ഛ വീട്ടിൽ നിന്ന് കിട്ടുന്ന സെറ്റപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് നമ്മുടെ ആഗ്രഹം പോലെ, അതായത് നമുക്ക് പണിയെടുക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവത്തിലേക്ക് വരണം എന്നുണ്ടെച്ചെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഓരോരുത്തർക്ക് ചിലപ്പോൾ കാറിനോടായിരിക്കാം ഇഷ്ടം, അല്ലെങ്കിൽ ബൈക്കിനോടായിരിക്കാം ഇഷ്ടം, വാഹനങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ ക്യാമറയോടായിരിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് എന്താണോ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളാദ്യം അത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ നമ്മളൊരു ജോലി എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പണി എടുക്കുകയാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുവെച്ചെങ്കിൽ എൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുവെച്ചെങ്കിൽ എനിക്കിതുപോലെ വീഡിയോസ് ചെയ്യാനായിട്ട് ഒരു ആങ്കർ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിഷ്ടം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ജോലിയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല.
ഒരു പക്ഷേ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫീൽഡായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, യൂട്യൂബ് വഴിക്ക്, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് യൂട്യൂബ് ആയ കാരണം യൂട്യൂബ് വഴിക്ക് പൈസ വരാം, നമ്മുടെ പിന്നാലെ അന്വേഷിച്ച് വരുന്ന സംഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ എന്താണോ അത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ജോലിയായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ള ഒരു മാർഗം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കറിയാത്ത എന്തെങ്കിലും രീതിയിൽ ഈ പണിയെടുക്കാതെ ജീവിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ പണിയെടുക്കാതെ കാശുണ്ടാക്കാൻ അറിയുന്ന എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഒരു ഉപകാരമാവണം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നുള്ളത്. ആ മെയിൻ പോയിൻ്റാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാൻ പോകുന്നത്. പണിയെടുക്കാണ്ട് ഒരു രക്ഷയില്ല മക്കളെ. പണിയെടുക്കാണ്ട് ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട് കടം വാങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പണിയെടുക്കുകയും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല നമുക്ക്. അപ്പോൾ എല്ലാവരും മര്യാദയ്ക്ക് പണിക്കൊക്കെ പോയിട്ട് എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് തരുന്ന പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഈ പണിയെടുത്ത് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും മാർഗ്ഗങ്ങൾ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അല്ലാണ്ട് ഞാൻ വേറൊരു വഴിയും കാണുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.